അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയും ചന്ദ്രാപിന്നി ഹൈസ്കൂളിലെ 1977 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹൃദയതന്ത്രി ഗ്രൂപ്പും ചേർന്ന് സൗജന്യമായി ലേഖനങ്ങൾ, പഠന ഗ്രന്ഥങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്തു. അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ പി. സരസ്വതിയുടെ മുറിവേറ്റ ദാമ്പത്യം, സീതാരാമന്മാർ, ചുളിവീഴാത്ത ചിന്തകൾ തുടങ്ങി 150-ൽ പരം വരുന്ന കൃതികളാണ് വിതരണം ചെയ്തത്. ചന്ദ്രാപിന്നി കണ്ണമ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാല സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകനും മുൻ MLA-യുമായ പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. ജോഷി കൊലാറ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KR ബീന, AK രാജഗുരു, ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, തൃശൂവാപുരം മോഹനചന്ദ്രൻ, സതീഷ് കുമാർ വിശാഖപട്ടണം, MU ഗിരിജ, KR മുരളി, മണികണ്ഠൻ അണക്കത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിലെയും വായനശാലകളിലെയും പ്രതിനിധികൾ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. അദ്ദേഹം ശ്രീരാമ പോയിട്ട് ഉണ്ടായിരുന്നു കുറച്ച് അവർ സംക്രമം അതിനുള്ളതാണ് നമ്മുടെ ഈ സംസ്കൃതി. ആലയ സംസ്കൃതി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന, സ്മരിക്കുന്ന സംസ്കൃതി. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിനൊക്കെ താല്പര്യമുള്ള പലപ്പാട് എന്നുള്ള ഏറ്റവും പ്രസിദ്ധമായ കുടുംബം എഴുത്തിൻ്റെ പാക്കേജ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ സരസ്വതിക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലം ഉണ്ടാവും. നല്ലൊരു കാലമായിരുന്നു അതൊക്കെ. ഈ സെൻട്രൈസ്ഡ് വാരിയേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ കാലം ചെയർമാനായി, കുറേ കാലം ചീഫായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഉണ്ടാവും. ക്യാമ്പൊക്കെ എപ്പോഴും മറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സംസ്കൃതി. നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു, നല്ല അറിവുള്ളവനായിരുന്നു, കേശുവിന്റെ നേതാവായിരുന്നു. അക്കാലത്ത് കേശു ഉള്ളൂല്ല. ഞാൻ കരുതുന്നതൊക്കെ കോളേജ് കേശു സംസ്കൃതി കൊണ്ടൊരു കുറച്ച് നേതാവുണ്ടാവും. എന്ത് തൃശ്ശൂരിന്റെ കമ്മിറ്റി വരുമ്പോ പടം പറയില്ല, അല്ലാണ്ട് എന്താ പറയാ, അങ്ങനത്തതാണ്. പിന്നെ അവിടെ തന്നെ മിക്കവാറും ആരെയും സംസ്കൃതി പിന്നീട് ഏറ്റവും അവസാനം പ്രധാന നേതാവായി. അവിടെ അന്ന് നമ്മുടെ SFI നേതാവ് അതാണ് SFI നേതാവ്. അന്നും ചെറിയ നല്ല